സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. 126 സങ്കീർത്തനം. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും. വായിൽ എങ്ങനെയാണ് ചിരി ഉണ്ടാകുന്നത്? അനേകം ആളുകളും വായി നിറച്ച് ഭക്ഷണമാണ് വെക്കാറുള്ളത് സാധാരണ. അതുപോലെ ഇക്കാലത്ത് പുകയില ഉൽപ്പന്നങ്ങൾ അനേകർ വായിൽ ഇട്ട് അത് എപ്പോഴും ചവച്ചരച്ചുകൊണ്ടേയിരിക്കുന്നത് കാണാം. അവർക്കെപ്പോഴും വായിൽ എന്തെങ്കിലുമൊക്കെ എപ്പോഴും ഇട്ട് ചവച്ചുകൊണ്ടേയിരിക്കണം. ചിലർക്കാണെങ്കിൽ ഏതു സമയവും കരച്ചിലാണ് വായി തുറന്നാൽ. എന്നാൽ എത്ര ആളുകൾ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചതിന് ശേഷം ഞങ്ങളുടെ വായ് നിറയെ ചിരിയുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ നിങ്ങൾ ചിരിച്ചിട്ട് എത്ര ദിവസമായി പറയൂ? ആലോചിക്കുവാണോ? ചില ആളുകൾ പല്ല് കാണിക്കാനാണ് ചിരിക്കുന്നത് എന്ന് ചിരിക്കും. എന്താണ്? പല്ല് കാണിക്കാനുള്ള ചിരിയല്ല ഇത്. സെൽഫി എടുക്കുവാൻ വേണ്ടിയുള്ള ചിരിയല്ല ഇത്. ഫോട്ടോ എടുക്കുവാനുള്ള ചിരി അല്ല ഇത്. വായ് നിറയെ ചിരി ഉണ്ടായിരുന്നു. ആരെങ്കിലും അങ്ങനെ വായ് നിറയുള്ള ചിരി എങ്ങനെയാണെന്ന് കാണിച്ചു തരാമോ? നിങ്ങൾ ചിരിക്കുക, അപ്പോൾ നിങ്ങളുടെ BP എല്ലാം കുറയാനിടയാകും. നിങ്ങളുടെ ഷുഗർ കൺട്രോളായി പോകും. നിങ്ങൾ സന്തോഷത്താൽ നിറയാനിടയാകും. അനേകം ആളുകളും വിചാരിക്കുന്നത് ക്രിസ്തീയ ജീവിതമെന്ന് വെച്ചാൽ കരച്ചിൽ ആണെന്നാണ്. എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭക്തി എന്ന് വിചാരിച്ചിട്ട് ചില ആളുകൾക്ക് കരച്ചിൽ വന്നില്ല എങ്കിലും സഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം വെറുതെയാണ്, ആക്ഷൻസ് ആണ്. പ്രാർത്ഥന ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കരഞ്ഞുകൊണ്ട് ചെയ്യണം എന്നുള്ള ഒരു ശീലമായി ചിലർക്ക് മാറിയിരിക്കുന്നു. എന്നാൽ ബൈബിൾ നാം ശ്രദ്ധിച്ചു വായിക്കുകയാണെങ്കിൽ, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നാം ഓർക്കുകയാണെങ്കിൽ, ബൈബിളിന്റെ സാരാംശം നാം ഗ്രഹിച്ചാൽ ദുഃഖത്തിന് പകരമായി സ്തുതിക്കുവാനാണ് കർത്താവ് പറഞ്ഞത്. ആശ്വാസവും സന്തോഷവും നൽകാമെന്നവൻ പറയുന്നു. ഇന്ന് മനുഷ്യന്റെ ജീവിതത്തിൽ നിരാശയും സമ്മർദ്ദവും എവിടെ നോക്കിയാലും സ്ട്രെസ്സാണ്, ധൃതിയാണ്. ജോലിക്ക് പോകാൻ ധൃതി, സ്കൂളിൽ പോകാൻ ധൃതി, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുവാൻ എല്ലാം വെപ്രാളമാണ്. വെപ്രാളവും ഓട്ടവും. ആ വെപ്രാളത്തിനിടയിൽ ഉണ്ടാകുന്ന വഴക്ക്, പ്രശ്നങ്ങൾ, വഴക്ക് പറയുന്നത്, കുറ്റപ്പെടുത്തുന്നത്, പരാതി പറയുന്നത്, ഇതെല്ലാം മനുഷ്യന്റെ ജീവിതത്തിൽ സർവ്വസാധാരണമായിരിക്കുന്നു. അതുകൊണ്ടാണ് അവർക്കും നല്ല ആരോഗ്യമില്ല. ഒരു മനുഷ്യൻ ആരോഗ്യവാനായിരിക്കണമെങ്കിൽ അതിൻ്റെ ഒരു സീക്രട്ട് പറയട്ടെ, അവൻ്റെ വയറ് ശരിയായിരിക്കണം. വയറ് ശരിയായിരിക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ ശരീരം മുഴുവൻ ശരിയായിരിക്കും. അവൻ്റെ വയറ്റിൽ വിശപ്പ് ഉണ്ടെങ്കിൽ, കഴിച്ച ആഹാരം ദഹിക്കുന്നില്ല എങ്കിൽ, അതുപോലെ ചിലർക്കുണ്ടാകുന്ന പ്രശ്നം ഈ കാലത്ത് ഗ്യാസ് ട്രബിൾ ഉണ്ടെങ്കിൽ അവന് സ്വസ്ഥത കാണില്ല. അവൻ്റെ സംസാരം ശരിയായിരിക്കില്ല. അവൻ നല്ലവണ്ണം ചിന്തിക്കുകയില്ല. നല്ലവണ്ണം തീരുമാനമെടുക്കാൻ കഴിയില്ല. നമ്മുടെ ആഹാര കാര്യത്തിൽ നാം നല്ലതായിരിക്കുന്നുവെങ്കിൽ നമ്മളുടെ പകുതി പ്രശ്നം തീർന്നുവെന്നാണ് പറയുന്നത്. പഴയകാലത്ത് 3 നേരം കഴിക്കുമായിരുന്നു, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും. എന്നാൽ ഇപ്പോൾ തോന്നുമ്പോഴെല്ലാം കഴിക്കും. രാവിലെ കഴിക്കുകയില്ല, ഉച്ചയ്ക്ക് 2 നേരത്തെയും കൂടെ കൂട്ടി കഴിക്കും, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ചേർന്നിട്ട്. ചിലരാണെങ്കിൽ പണിത്തിരക്ക് മൂലം രാവിലെ മുതൽ ഒന്നും കഴിക്കാതെ വളരെ ക്ഷീണിച്ച് അവശനായി രാവിലെ മുതൽ പട്ടിണിയായിരുന്ന വയറിന് രാത്രി വന്നിട്ട് ഫുള്ള് ഭക്ഷണം കൊടുക്കും. രാവിലെ മുതൽ ഒന്നും തന്നെ കഴിക്കാതെ കാലിയായിരുന്ന വയറിലേക്ക് രാത്രിയിൽ നിറച്ച് ആഹാരം കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഗ്യാസ് ഉണ്ടാകാനിടയാകും. ആഹാരം ദഹിക്കുകയില്ല. അതുകൊണ്ട് പിന്നെ ഉറക്കം വരികയും ഇല്ല. എന്നിട്ട് രാവിലെ മുതൽ ചെയ്ത കഷ്ടപ്പാട് ഓർക്കാനിടയാകും. അപ്പോൾ കോപമുണ്ടാകാനിടയാകും, മടുപ്പുണ്ടാകാനിടയാകും. ഭക്ഷണകാര്യത്തിൽ ക്രമമല്ല എങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ക്രമം തെറ്റാനിടയാകും. ദൈവം എന്താണ് പറഞ്ഞത്? ഈ പഴം നിങ്ങൾ തിന്നുവാൻ പാടില്ല.
തിന്നുന്ന കാര്യമാണ് ദൈവം പറഞ്ഞത്. മറ്റെന്തെങ്കിലും അവിടെ പറഞ്ഞോ? അങ്ങോട്ട് പോകരുത്, സന്തോഷിക്കരുത്, ഓടരുത്, എന്തെങ്കിലും പറഞ്ഞോ? ഇത് മാത്രം നിങ്ങൾ ഭക്ഷിക്കരുത് എന്നാണ് പറഞ്ഞത്. മറ്റുള്ളതെല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാണ് പറഞ്ഞത്. എന്നാൽ അതുതന്നെ കഴിക്കുവാനിടയായി. അന്നു മുതൽ ഇപ്പോഴും നടക്കുന്നത് അതുതന്നെയാണ്. ഈ ഡയബറ്റിക് പേഷ്യൻസിനോട് ഡോക്ടർ എന്താണ് പറയുന്നതെന്ന് അറിയാമോ? എന്താണ് പറയുന്നത്? പറയൂ. നിങ്ങൾ ഡയറ്റ് കൺട്രോൾ ചെയ്യണം, ചോറ് കഴിക്കുന്നത് കുറയ്ക്കണം, ചോറ് കഴിക്കാൻ പാടില്ല. പിന്നെ എന്ത് കഴിക്കാനാണ് പറയുന്നത്? 2 ചപ്പാത്തി കഴിക്കുക, എണ്ണയില്ലാതെ ഉണ്ടാക്കിയ 2 ചപ്പാത്തി. ശരി, ആയിക്കോട്ടെ. അത് ഊണ് കഴിക്കുന്നതിന് മുൻപ് കഴിക്കണമോ അതിനുശേഷം കഴിക്കണമോ? അനേകം ആളുകൾക്കും ചോറ് കഴിച്ചില്ലെങ്കിൽ വേറെ എന്തെല്ലാം കഴിച്ചാലും അവർക്കത് ശരിയാവുകയേ ഇല്ല. അതുപോലെ മാംസാഹാരങ്ങൾ, മാംസം കഴിക്കുകയാണെങ്കിൽ രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇന്ന് മാംസാഹാരം മൂലം ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. ആർട്ടിഫിഷ്യലായി തയ്യാറാക്കുന്ന ചിക്കൻ ഒന്നും നാച്ചുറലായിട്ടല്ല. മൃഗങ്ങളെ അറുത്തിട്ട് അതിനെ പാകം ചെയ്ത് ഭക്ഷിക്കണമെന്നാണ് ദൈവം അവർക്കന്ന് പെർമിഷൻ കൊടുത്തത്. നോഹയും കുടുംബവും പ്രളയത്തിന് ശേഷം പടകിൽ നിന്ന് വെളിയിൽ വന്ന സമയത്ത് അവർക്ക് കഴിക്കുവാൻ ഫലവർഗ്ഗങ്ങൾ ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് രക്തത്തോടുകൂടി മാംസാഹാരം ഭക്ഷിക്കരുത് എന്നാണ് ദൈവം കൽപ്പന കൊടുത്തത്. എന്നാൽ ഇക്കാലത്ത് അങ്ങനെ തന്നെ കഴിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ രക്തവും പാകം ചെയ്ത് ഭക്ഷിക്കുന്നവരുണ്ട് ഇക്കാലത്ത്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യന് എന്ത് രോഗം വന്നാലും, ജന്തുക്കൾക്ക് എന്ത് രോഗം വന്നാലും അതെവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ ശരീരത്തിൽ എന്താണ് ടെസ്റ്റ് ചെയ്യുന്നത്? ബ്ലഡാണ് ടെസ്റ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ നിനക്ക് രോഗം വന്നാൽ അത് ബ്ലഡിൽ ഉണ്ടാകാനിടയാകും. അതുകൊണ്ട് ആ ബ്ലഡ് കഴിക്കുകയാണെങ്കിൽ നിനക്ക് രോഗമുണ്ടാകും. ആ ബ്ലഡിലുള്ള രോഗം നിനക്കുണ്ടാകും. അതുകൊണ്ടാണ് ദൈവം അത് കളയാൻ പറയുന്നത്. എന്നാൽ ഈ കാലത്തുള്ള മനുഷ്യർ ദൈവം തിന്നരുതെന്ന് പറഞ്ഞത് മാത്രമേ തിന്നുകയുള്ളൂ, കുടിക്കരുതെന്ന് പറയുന്നത് മാത്രമേ കുടിക്കൂ, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം മാത്രം ചെയ്യുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതം കഷ്ടതയായിരിക്കുന്നു. എപ്പോഴും വേദനകളാണ്, എപ്പോഴും രോഗമാണ്, എപ്പോഴും സങ്കടങ്ങൾ ആകുന്നു. അനേക രീതിയിലുള്ളതായിരിക്കുന്ന പ്രശ്നത്താൽ മുഖരിതമായിരിക്കുന്നു. ഇവിടെ ഇപ്രകാരം വായിക്കുന്നു: യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ, നമ്മൾ പാപത്തിലായിരുന്നപ്പോൾ, പിശാചിന്റെ ബന്ധനത്തിൽ ആയിരുന്നതായ സമയത്ത് നമ്മെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി ദൈവം തന്റെ മക്കളായി അവന്റെ സന്നിധിയിലേക്ക് ചേർക്കുവാൻ ഇടയായി. ദൈവത്തിന്റെ മക്കളായിരിക്കുന്നവർ ഹല്ലേലൂയ പറയുക. നിങ്ങൾ ആരുടെ സ്വത്താണ്? നിങ്ങൾ വിടുവിക്കപ്പെട്ടവരാണ്. എന്നാൽ പാപത്തിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കഷ്ടതയിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ഇന്ന് ദൈവത്തിന്റെ മക്കളായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ വായിൽ എന്തുണ്ടായിരിക്കണം? ചിരിയുണ്ടായിരിക്കണം. നിങ്ങളുടെ വായ് നിറയെ ചിരി ഉണ്ടായിരിക്കണമെങ്കിൽ നിങ്ങളുടെ ഹൃദയം നിറയെ സന്തോഷം ഉണ്ടായിരിക്കണം. ഒരാൾ ചിരിക്കുകയാണെങ്കിലും അവരുടെ ഹൃദയത്തിൽ അപ്പോഴും ദുഃഖം ഉണ്ടായേക്കാം. ചിരി എന്ന് പറഞ്ഞാൽ ലോകപ്രകാരം ഉള്ളതല്ല. നമുക്ക് അനേകരെ കാണുവാൻ കഴിയും, വളരെ സന്തോഷമുള്ളവരായി കാണുവാൻ കഴിയും. അവരെപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കുന്നത് കാണാം. അങ്ങനെയുള്ളവരെ കാണുന്നത് തന്നെ ഭയങ്കര ഭയമാണ്. ബോധമില്ലാത്തവനാണോ എന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞാലേ അവർ ചിരിക്കാനിടയാവും. എന്താണ്, അത്ര വലിയ ഭക്തനാണോ? അപ്പുറത്ത് എന്നതിൻ്റെ കാര്യം പറയാമെന്നാണ് പറയുന്നത് മനസ്സിൽ. ധനവാന്മാരായ ആൾക്കാർ അല്ലെങ്കിൽ സിനിമാ നടന്മാരെ ഒക്കെയും നോക്കുമ്പോൾ അവർ വളരെ സന്തോഷമുള്ളവരായി കാണുന്നു. എന്നാൽ അവരുടെ ഹൃദയം നിറയെ ദുഃഖമാണ്. ഒരാൾ ഡോക്ടറിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഡോക്ടർ, എനിക്ക് സന്തോഷത്തോടെ ആയിരിക്കേണ്ടതിന് വേണ്ടി ഒരു ഗുളിക എഴുതി തരുവാൻ വേണ്ടി പറഞ്ഞു. ഇതെന്തൊരു മനുഷ്യനാണ്? സന്തോഷത്തിനുള്ള ഗുളിക എൻ്റെ കയ്യിൽ എവിടുന്നാണ്? ഏതായാലും പരിശോധിച്ച് നോക്കാമെന്ന് പറഞ്ഞ് പരിശോധിച്ച് നോക്കിയപ്പോൾ എല്ലാം നോർമലായിരിക്കുന്നു. നിങ്ങൾക്കൊരു രോഗമില്ല എന്ന് പറഞ്ഞപ്പോഴും പറയുന്നത് എനിക്ക് സന്തോഷമില്ല, ഒരു ഗുളിക തരാൻ പറഞ്ഞു. അവസാനം വിറ്റാമിൻ ഗുളിക കൊടുത്ത് പറഞ്ഞു വിട്ടെന്നാണ്. കുറേ ദിവസം കഴിഞ്ഞ് പിന്നെയും തിരിച്ചു വന്നു, സാർ ആ ഗുളിക കഴിച്ചിട്ടും എനിക്ക് സന്തോഷം വരുന്നില്ല. ഡോക്ടർ തല പുകഞ്ഞ് ആലോചിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത്. ഗുളിക സത്യമായിട്ടും കഴിച്ചോ? ഭക്ഷണം കഴിക്കുന്നുണ്ടോ? അതേ, നല്ലവണ്ണം ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണെന്നറിയില്ല, എനിക്ക് ഒരു സന്തോഷവും ഉണ്ടാകുന്നില്ല. ഞങ്ങളുടെ നാട്ടിൽ ജെമിനി സർക്കസ് വരുവാനിടയായി. അവിടെ ഒരു ബഫൂൺ വന്നിട്ടുണ്ട്. അവൻ ഒരുപാട് തമാശ കാണിച്ച് എല്ലാവരും ചിരിപ്പിക്കാനിടയാകും. നീ അവിടെ പോയി ഇരുന്നാൽ മതി, നിനക്ക് ചിരിക്കാനിടയാകുമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ തന്നെയാണ് സാർ ആ ബഫൂൺ. എന്താണ്? മനുഷ്യരെ എല്ലാവരെയും അവൻ ഒരുപാട് ചിരിപ്പിക്കാറുണ്ട്. എന്നാൽ അവസാനം അവൻ്റെ ഹൃദയത്തിൽ എന്താണ്? സന്തോഷമില്ലാതിരിക്കുന്നു. ആരുടെ പാപങ്ങളാണ് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നത് അവർക്ക് സന്തോഷമുണ്ടാകുമെന്ന്.
ആരാണോ ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നത് അവർക്ക് സമാധാനമുണ്ടാകുന്നു, സ്വസ്ഥത ഉണ്ടാകുന്നു. കർത്താവ് നിങ്ങളെ വിടുവിച്ചതിന് ശേഷം നിങ്ങൾ സന്തോഷത്തോടുകൂടി ആയിരിക്കണം. അടുത്ത വാക്യം വായിക്കാം. ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരിക്കുന്നു. എപ്പോഴാണെങ്കിലും ശരി, നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുമ്പോൾ പാട്ടുപാടാൻ വേണ്ടി ബൈബിളിൽ പറയുന്നു. പാട്ട് പാടുന്ന സമയത്ത് നമുക്ക് സന്തോഷം ഉണ്ടാകുവാൻ ഇടയാകും. ചില പാട്ടുകൾ നമുക്ക് കണ്ണീർ വരുവാൻ ഇടയാക്കും. ആ ഭാവങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് അനുതാപം ഉണ്ടാക്കുവാൻ ഇടയാകാറുണ്ട്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കണ്ണുനീരൊഴുക്കാറുണ്ട്. എന്നാൽ ആർക്കും എടുത്തു മാറ്റുവാൻ കഴിയാത്തതായ സംതൃപ്തി, ആനന്ദമെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ പാട്ട് പാടുവാൻ എല്ലാവരും പഠിച്ചിരിക്കേണ്ടത്. നമുക്ക് രാഗവും താളവും പല്ലവിയൊന്നും അറിയില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവം അതൊന്നുമല്ല നോക്കുന്നത്. ദൈവം നിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതായ നിലവിളിയാണ് കേൾക്കുന്നത്. രാഗങ്ങൾ ഇല്ല എങ്കിലും നീ ആനന്ദത്തോടുകൂടി ഒരു കൊച്ചുകുട്ടിയോട് പാട്ട് പാടാൻ പറഞ്ഞാൽ എങ്ങനെയാണ് പാടുന്നത്? കൊച്ചുകുട്ടിയോട് പാട്ട് പാടാൻ പറഞ്ഞാൽ എങ്ങനെയാണ് പാടുന്നത്? യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ. നമ്മളപ്പോൾ പറയും നല്ലോണം പാടി എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ എടുക്കാറില്ലേ? അതുപോലെ നാം ഏതു രീതിയിൽ പാടിയെന്നാലും കർത്താവിൽ വിശ്വാസത്തോടുകൂടി പാടിയാൽ അവൻ നമ്മിൽ സന്തോഷിക്കും. നിങ്ങളുടെ വീടുകളിൽ, ആരുടെയൊക്കെ വീടുകളിൽ ദൈവത്തിൻ്റെ പാട്ടുകൾ സാധാരണ കേട്ടുകൊണ്ടിരിക്കുന്ന വീടുകൾ എത്ര പേരുടെയുണ്ട്? പറയൂ. നിങ്ങൾ പാടുമോ അതോ ആരെങ്കിലും പാടുന്നത് കേൾക്കുമോ? 1 മണിക്കൂർ പാടുമോ നിങ്ങൾ? കൊള്ളാമല്ലോ. 1 മണിക്കൂറോളം പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം. എന്നാൽ 1 മണിക്കൂർ നിങ്ങൾ പാട്ടും പാടാറുണ്ട്. നല്ലതാണ്. ഇപ്പോൾ ടെക്നോളജി ഒരുപാട് വളർന്നിരിക്കുന്നു. അനേകം ആളുകൾ ദൈവത്തിൻ്റെ പ്രേരണയാൽ നല്ല നല്ല പാട്ടുകൾ, ഒരുപാട് നല്ല നല്ല മനോഹരമായ പാട്ടുകൾ തയ്യാറാക്കാറുണ്ട്. അതിന് വലിയ വലിയ മ്യൂസിക്കും ഇൻസ്ട്രുമെൻസ് ഒന്നും അതിന് അത്യാവശ്യമില്ല. എന്നാൽ മനസ്സിനെ പിടിച്ചുകുലുക്കുന്ന സംഗീതം ചിലപ്പോൾ ഒരു ഹോട്ടലിൽ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നിരിക്കാം, നിങ്ങൾ അറിയാതെ തന്നെ നല്ലൊരു അനുഭൂതിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു സ്ലോ മൂഡിലേക്കുള്ള ഒരു മ്യൂസിക് പ്ലേ ആയിക്കൊണ്ടേയിരിക്കും. അത് നമ്മുടെ ഹൃദയത്തെ ടച്ച് ചെയ്യുവാൻ, നമ്മുടെ മനസ്സിനെ അത് തണുപ്പിക്കുവാനിടയാകും. നിന്റെ ഭവനത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായ പാട്ടുകൾ ഉണ്ടെങ്കിൽ അവിടെ ഇവിടെയും പതുങ്ങിയിരിക്കുന്ന ഇരുട്ടിൻ്റെ അന്ധകാര ശക്തികളെ അവിടെ നിന്ന് ഓടിക്കുവാൻ ഇടയാകും. അവിടെ കലഹവും പ്രശ്നവും ഒന്നും കാണുകയില്ല. കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന പാട്ടുകൾ, യേശുവിൻ്റെ നാമത്തെ ഉയർത്തുന്ന പാട്ടുകൾ, യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയെക്കുറിച്ച് വിളിച്ചറിയിക്കുന്ന പാട്ടുകൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ കേട്ടുകൊണ്ടേയിരിക്കണം. നിങ്ങളും അതിനോട് ചേർന്നുകൊണ്ടത് പാടിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസം ലഭിക്കാനിടയാകും. നിങ്ങളുടെ ഹൃദയം നിറയെ സന്തോഷം ഉണ്ടായിരിക്കും. നിങ്ങളുടെ വായ് നിറയെ ചിരിയും ഉണ്ടായിരിക്കും. മനുഷ്യൻ ചിരിക്കുന്നതാണോ നല്ലത്, കരയുന്നതാണോ നല്ലത്? എങ്കിൽ പിന്നെ ചിരിക്കത്തില്ല. എന്തിനാണ് കരയുന്നത്? ദേഷ്യം കൊണ്ട് മുഖം വലിഞ്ഞു മുറുകുമ്പോൾ 77 പേശികൾ പ്രവർത്തിക്കണം. ഒന്ന് പുഞ്ചിരിക്കണമെങ്കിൽ 14 പേശികൾ പ്രവർത്തിച്ചാൽ മാത്രം മതി. ദേഷ്യപ്പെടുന്ന സമയത്ത് 77 പേശികൾ പ്രവർത്തിക്കണമെങ്കിൽ അത്രമാത്രം കലോറീസ്, അത്രമാത്രം ശക്തി ആവശ്യമാണ്. അങ്ങനെ മുഖപേശികളെല്ലാം വലിഞ്ഞു മുറുകി മുഖം നിറയെ വിയർപ്പുണ്ടാകാനിടയാകും. എന്നാൽ നീ പുഞ്ചിരിക്കുന്നതായ സമയത്ത് നീ റിലാക്സ് ആവുകയാണ്. നിന്റെ രക്തമെല്ലാം, നിന്റെ ഞരമ്പുകളെല്ലാം വളരെ റിലാക്സ് ആകുന്നു. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു വ്യക്തിയെ നോക്കി പുഞ്ചിരിക്കുന്നതായ സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? പറയൂ. എന്താണ്? മുഖം വീർപ്പിക്കുന്ന ആരെങ്കിലും ഒക്കെ കാണും. അത് ശരിയാണ്. സ്മൈൽ, ജീസസ് ലവ് യു എന്ന് നിങ്ങൾ പറയുക. യു വിൽ ഗെറ്റ് ഇറ്റ് ബാക്ക്. ഒരു ക്രിസ്ത്യാനി മറ്റുള്ളവരുടെ മധ്യത്തിലേക്ക് വരുന്നതായ ആ സമയത്ത് അവൻ്റെ മുഖത്ത് ദേഷ്യം ആകട്ടെ, അതുപോലെ നിരാശ ആകട്ടെ, അതുപോലെ ടെൻഷൻ ആകട്ടെ ഉണ്ടായിരിക്കുവാൻ പാടില്ല. പിന്നെന്താണ്? നീ വെളിയിലേക്ക് വരുന്ന സമയത്ത് നിന്റെ മുഖത്ത് ദൈവത്തിൻ്റെ കൃപയാണ് കാണപ്പെടേണ്ടത്. അപ്പോൾ നിന്റെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളുടെ മുഖം കണ്ടിട്ട്, നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് എന്തു പറയുമെന്നാണ്? വായിക്കൂ. യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. മറ്റുള്ളവർ നിന്റെ മുഖത്തെ ചിരി കണ്ടാൽ പറയാനിടയാകും. നിന്റെ ഹൃദയത്തിൽ സമാധാനമുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടെങ്കിൽ,
നീ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ചുറ്റുമുള്ള ആളുകൾ, കഷ്ടതയിൽ ഉള്ള ആളുകൾ, ദുഃഖത്തിൽ ഉള്ള ആളുകൾ, അനേക പ്രശ്നത്തിൽ അകപ്പെട്ട ആളുകൾ, സ്വസ്ഥത ഇല്ലാത്തവർ, ദൈവം അവരിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ കാണണമെങ്കിൽ നിന്റെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ എത്ര പേരുടെ വീട്ടിൽ കൊച്ചുകുട്ടികളുണ്ട്? കൈയുയർത്ത്. കൊച്ചുകുട്ടികളോടൊപ്പം കളിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? കോപവും പല്ലുകടിയുമാണോ? എന്താണ്? കൊച്ചുകുട്ടികൾ കൊഞ്ചി സംസാരിക്കുകയാണെങ്കിൽ അത് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്? നമുക്ക് സന്തോഷം തോന്നും. അത് നമ്മുടെ കുഞ്ഞാകട്ടെ, മറ്റുള്ളവരുടെ കുട്ടികളാകട്ടെ. ഈ കാലത്ത് പറയുകയുണ്ടായി, കൊച്ചുകുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ മുത്തച്ഛന്മാർക്കും മുത്തശ്ശിമാർക്കും ആയുസ് കൂടുമെന്നാണ്. പഴയ കാലത്ത് അങ്ങനെയായിരുന്നു ആയിരുന്നത്, കൂട്ടുകുടുംബമായിട്ട് എല്ലാവരും ചേർന്ന്. അതുകൊണ്ട് കൊച്ചുകുട്ടികളുമായി അവർ കളിക്കുമ്പോൾ പ്രായമുള്ളവർക്ക് അവരുടെ രോഗങ്ങളെല്ലാം അവർ മറക്കുമായിരുന്നു. അവർ നല്ല ആരോഗ്യത്തോടെ ദീർഘായുസ്സോടെ അപ്പോൾ ഇരിക്കുമായിരുന്നു. എന്നാൽ ഈ കാലത്ത് എന്താണ് സംഭവിക്കുന്നത്? വാർദ്ധക്യമുള്ളവരുടെ കാര്യം വിടൂ, മാതാപിതാക്കൾ പോലും തങ്ങളുടെ കുഞ്ഞുങ്ങളുമായി സന്തോഷിക്കുന്നത് കാണുന്നില്ല. എന്താണ് ചെയ്യുന്നത്? ഈ സമയം എടാ പഠിക്കടാ, ബുക്ക് എടുക്കുക, പഠിക്കുക, അത് പഠിക്കുക, ഇത് പഠിക്കുക, അടങ്ങിയിരിക്കുക, മര്യാദക്കിരിക്കുക. LKG-കാരൻ്റെ പുറത്തും എടുത്താ പൊങ്ങാത്ത ഒരു ബാഗ്. അവൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ പറയൂ. 3 വയസ്സാകുമ്പോൾ മുതൽ അവനെ കഷ്ടപ്പെടുത്തി ആ കുഞ്ഞിനെ ബുദ്ധിമുട്ടിപ്പിച്ച് അവനെ ഏതോ ഡോക്ടറാക്കണമെന്ന് പറഞ്ഞ് 3 വയസ്സ് മുതൽ തന്നെ ആ കുഞ്ഞിനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച് ആ കുഞ്ഞിന് ഒരുപാട് മാനസിക സംഘർഷം കൊടുത്ത് നിനക്കും സന്തോഷിക്കാൻ കഴിയില്ല, കുഞ്ഞിനും സന്തോഷിക്കുവാൻ കഴിയുന്നില്ല. പഠിക്കണം, നല്ലതാണ്. എന്നാൽ ഒരു കുഞ്ഞ് 24 മണിക്കൂറും പഠിക്കേണ്ട ആവശ്യമില്ല. സ്റ്റഡി അവറിന് ശേഷം ബാക്കിയുള്ള സമയത്ത് ആ കുഞ്ഞ് സന്തോഷത്തോടെ ആയിരുന്നാൽ ഒരു 2 മണിക്കൂർ പഠിച്ചാൽ പോലും ആ കുഞ്ഞ് പാസ്സാകാനിടയാകും. റെഗുലറായിട്ട് പഠിക്കുകയാണെങ്കിൽ ആ കുഞ്ഞ് പിന്നീട് ഒരുപാട് കഷ്ടപ്പെടേണ്ടതായ ആവശ്യം ഇല്ല. വർഷം മുഴുവൻ വെറുതെ ഇരുന്നിട്ട് പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പ് വരുമ്പോൾ എടാ ഇനി പഠിക്ക് അങ്ങനെ ചെയ്യുന്ന സമയത്താണ് ഒരുപാട് കഷ്ടത ഉണ്ടാകുന്നത്. അന്നുള്ള പാഠഭാഗങ്ങൾ പഠിച്ചാൽ ആ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുക, ഒരു സ്റ്റഡി ടൈം വെക്കുക, കുഞ്ഞുങ്ങൾക്ക് ഒരു പ്ലേ ടൈം വെക്കുക, കുഞ്ഞുങ്ങളോടൊപ്പം ചേർന്ന് സന്തോഷിക്കുക. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ കല്യാണം കഴിക്കുന്നതിന് മുൻപ് ലവ് മാരേജ് ചെയ്ത വ്യക്തികളാണെങ്കിൽ അവർ കല്യാണത്തിന് മുൻപ് എപ്പോഴും വളരെ സ്നേഹത്തോടെ പരസ്പരം സംസാരിച്ചു കൊണ്ടേയിരിക്കും. അവിടെ പോകാം ഇവിടെ പോകാം ഒക്കെ പറയും. എന്നാൽ കല്യാണം കഴിഞ്ഞ ശേഷം ഭാര്യയുടെ മുഖത്ത് പോലും നേരെ നോക്കില്ല. ഇവിടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭർത്താവിൻ്റെ മുഖത്തേക്ക് ഭാര്യ നോക്കിയിരുന്നിട്ട് എന്തൊക്കെയുണ്ട്? ഇന്ന് നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് ഭാര്യ ഭർത്താക്കന്മാർ അടുത്തടുത്തിരുന്ന് മുഖത്തോട് മുഖം നോക്കി സ്നേഹത്തോടെ സംസാരിക്കുക. ഇപ്പോൾ തന്നെ നിന്റെ തല നരച്ചു തുടങ്ങിയല്ലോ എന്ന് ചോദിക്കുക. നിനക്കിപ്പോൾ കണ്ടാലും 16 വയസ്സാണെന്ന് തോന്നും എന്ന് പറയുക. സന്തോഷിച്ച് സംസാരിക്കൂ. വേണമെങ്കിൽ വഴക്കുണ്ടാക്കൂ. അതല്ലാതെ ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് എന്താണ് ഒന്നുമില്ല മിണ്ടത്തില്ല. ഭർത്താവ് ഭാര്യയോട് കാര്യങ്ങൾ പങ്കുവെക്കുന്നില്ലെങ്കിൽ, ഭാര്യ ഭർത്താവിനോട് മനസ്സ് പങ്കുവെക്കുന്നില്ലെങ്കിൽ ആ കുടുംബത്തിൽ സന്തോഷം എങ്ങനെ, സമാധാനം എങ്ങനെ ഉണ്ടാകും? പറയൂ. ഈ കാലത്ത് കുടുംബ പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പരസ്യമായി ബന്ധമുള്ള പുരുഷന് ഭാര്യയുടെ അടുക്കൽ സന്തോഷത്തോടെ ആയിരിക്കാൻ കഴിയില്ല. ഭർത്താവിന്റെ പ്രവൃത്തികൾ കണ്ടറിഞ്ഞ ഭാര്യ ആദ്യം തന്നെ അത് നിയന്ത്രിക്കുകയാണെങ്കിൽ, ആദ്യം തന്നെ അതിന് പരിഹാരം കണ്ടെടുക്കുകയാണെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ട ആവശ്യം വരില്ല. എന്താണ് ഈ കാലത്ത് കുഞ്ഞുങ്ങളുടെ പ്രവൃത്തികൾ അങ്ങനെയായിരിക്കുന്നത്? എൻ്റെ മകൻ എന്തുകൊണ്ട് റാങ്ക് ലഭിക്കുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് നന്നായി സംസാരിക്കുന്നില്ലെന്ന് മാതാപിതാക്കൾ പരിഗണിച്ചാൽ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുവാനിടയാകില്ല. കുടുംബത്തിൽ സന്തോഷമുണ്ടെങ്കിൽ മക്കൾ എന്തിനാണ് ക്ലബിൽ പോകുന്നത്? കുടുംബത്തിൽ സന്തോഷമുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ എന്തിന് ഫ്രണ്ട്സിൻ്റെ അടുക്കൽ പോകണം? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അടുക്കൽ നിങ്ങൾ സമയം ചെലവഴിക്കൂ. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് സന്തോഷിക്കുക. എന്തുകൊണ്ടെന്നാൽ നാം വിടുവിക്കപ്പെട്ടവരാണ്. നമ്മോട് ദൈവം ക്ഷമിച്ചതുകൊണ്ട് നാം മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ തീർച്ചയായും നീ നിന്റെ ഭർത്താവിനോട് എപ്പോഴും ക്ഷമിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ്. നിന്റെ ഭാര്യയോട് ക്ഷമിച്ചുകൊണ്ടേയിരിക്കണം. നിന്നെ എത്രമാത്രം കുറ്റപ്പെടുത്തിയാലും, എത്രമാത്രം നിന്ദിച്ചാലും, എത്രമാത്രം നിന്നെ ഒറ്റപ്പെടുത്തിയെന്നാലും നീ ക്ഷമാപണത്തിൽ കൂടി നിന്റെ ഹൃദയം ക്ഷമിക്കുമ്പോൾ സന്തോഷത്തോടെ ആയിരിക്കും. ക്ഷമിച്ച മനസ്സിന് എപ്പോഴും സന്തോഷമുണ്ടായിരിക്കും. ആ കാര്യം നിങ്ങൾക്കറിയാമോ? ക്ഷമിക്കപ്പെടാത്തതായ പാപം നമ്മെ ഞെരുക്കാനിടയാകും. നീ തെറ്റു ചെയ്തെങ്കിൽ എതിരെയുള്ള വ്യക്തിയുടെ അടുത്ത് ചെന്നിട്ട് നീ ക്ഷമ പറഞ്ഞാലാണോ സമാധാനം ലഭിക്കുന്നത്? ക്ഷമ പറയാതിരുന്നാലാണോ സമാധാനം ലഭിക്കുന്നത്? ക്ഷമ പറഞ്ഞതിന് ശേഷം സമാധാനം. ഏതു കാര്യമാണ് നിന്റെ സന്തോഷത്തെ നശിപ്പിക്കുന്നത്?
അതുപോലെ നമ്മുടെ സന്തോഷം കെട്ടുപോകുന്നതിൻ്റെ പ്രധാന കാരണമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം മാത്രം നീ എപ്പോഴും മനസ്സിൽ വെക്കേണ്ടതാണ്. ഒരു മനുഷ്യനും മറ്റ് യാതൊരു വ്യക്തിയുടെയും മനസ്സിനെ മാറ്റുവാൻ കഴിയുന്നതല്ല. തല്ലിയോ വഴക്ക് പറഞ്ഞോ എന്തെങ്കിലും കൊടുത്തോ മോഹിപ്പിച്ചോ ഒരു മനുഷ്യന്റെ മനസ്സ് മാറ്റുവാൻ മനുഷ്യന് കഴിയില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു മനുഷ്യനും തൻ്റെതായ ആ സ്വഭാവത്തെ തനിക്ക് തന്നെ മാറ്റുവാൻ കഴിയുകയില്ല. കൂശ്യന് തൻ്റെ ത്വക്കും പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയും മാറ്റുവാൻ കഴിയുമോ? അതായത് ദോഷം ചെയ്യുവാൻ ശീലിച്ചിരിക്കുന്നവർക്ക് തങ്ങളുടെ സ്വഭാവത്തെ മാറ്റുവാനും കഴിയുകയില്ല. അതുകൊണ്ടാണ് നമുക്ക് യേശുവിനെ ആവശ്യമുള്ളത്. മനുഷ്യന്റെ മനസ്സ് മാറ്റുവാൻ കഴിയുന്നവൻ, പാപിയെ വിശുദ്ധനാക്കുവാൻ കഴിയുന്നവൻ, പ്രയോജനമില്ലാത്തവനെ പ്രയോജനമുള്ളവനാക്കി മാറ്റുവാൻ കഴിയുന്നവൻ, അയോഗ്യനെ യോഗ്യനാക്കി മാറ്റുവാൻ കഴിയുന്നവൻ, കുടുംബത്തെ പണിയുവാൻ കഴിയുന്നവൻ, യൗവനക്കാരെ ദൈവത്തെങ്കിലേക്ക് തിരിക്കുവാൻ കഴിയുന്ന വ്യക്തിയാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് നമുക്ക് അസാധ്യമായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, നിന്റെ ഭർത്താവിൽ കൂടെ നിനക്ക് സമാധാനം ലഭിക്കുന്നില്ല എങ്കിൽ, വചനം പറയുന്നു, നിന്നെ സൃഷ്ടിച്ചതായ സൃഷ്ടികർത്താവ് നിന്റെ ഭർത്താവായിരിക്കുന്നു. അവൻ നിന്റെ യജമാനനായിരിക്കുന്നു. നമ്മൾ ബൈബിൾ നോക്കുമ്പോൾ പുതിയ നിയമത്തിൽ നോക്കിയാൽ പലപ്പോഴും അവൻ 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 എന്ന് കാണാം. അത് ആരെക്കുറിച്ചാണ്? നിന്റെ ആള് എൻ്റെ ആളെന്നൊക്കെ പറയുന്നത് കേൾക്കാം. അതെ, അവൻ നമ്മുടെ ആളാണ്. അതായത് മലയാളത്തിൽ അദ്ദേഹം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിന്റെ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ, നടത്തുന്നവൻ. അതെ, നമ്മെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവ് നമ്മെ നടത്തുന്നവനാണ്, നമ്മുടെ യജമാനനാണ്, നമുക്ക് നന്മ തരുന്നവൻ, നമ്മെ അനുഗ്രഹിക്കുന്നവൻ. അതുകൊണ്ടാണ് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത്. മനുഷ്യൻ നൽകുന്ന സന്തോഷം നീണ്ടു നിൽക്കുന്നതല്ല. നീ കർത്താവിൽ സന്തോഷിക്കുകയാണെങ്കിൽ നിന്റെ അവസ്ഥകൾ എങ്ങനെയാണെങ്കിലും ശരി, നിന്റെ ചുറ്റുമുള്ള ആളുകൾ നിന്നോട് എങ്ങനെ പ്രവർത്തിച്ചാലും ശരി, ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത സന്തോഷം നിന്നിൽ ഉണ്ടാകാനിടയാകും. ഇംഗ്ലീഷിൽ സന്തോഷത്തിന് ഹാപ്പിനെസ് എന്നും ജോയ് എന്നും രണ്ട് വാക്കുകളുണ്ട്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഹാപ്പനിങ് കൂടി ലഭിക്കുന്നത്. എല്ലാവരും സന്തോഷിക്കുമ്പോൾ നാമും സന്തോഷിക്കും. എല്ലാം സുഖമായിരിക്കുമ്പോൾ നാം സന്തോഷത്തോടെ ആയിരിക്കും. ചുറ്റുപാടുമുള്ളവർ സന്തോഷത്തോടെ ആയിരിക്കുമ്പോൾ നാമും സന്തോഷിക്കും. ആരെങ്കിലും നമ്മെ വഴക്ക് പറഞ്ഞാൽ, ആരെങ്കിലും നമ്മോട് ദേഷ്യപ്പെട്ടാൽ നമ്മുടെ സന്തോഷം പോകുവാൻ ഇടയാകും. ചിലർ ചിരിച്ചു ചിരിച്ച് പിന്നീട് കരയുന്നത് കാണാം. എന്താണ്? പുകഴ്ത്തുകയാണെങ്കിൽ നമുക്ക് സന്തോഷമുണ്ടാകും. മനുഷ്യന്റെ സ്വഭാവം എന്താണെന്നാൽ, മറ്റുള്ളവർ നമ്മെ പുകഴ്ത്തുകയാണെങ്കിൽ നമുക്ക് സന്തോഷം വരും. പമ്പ് വെച്ചിട്ട് സൈക്കിളിന് കാറ്റടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? കാറ്റടിക്കുന്ന സമയത്ത് പുഷും പുഷും ആ ടയർ ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞ് പുഷും പുഷും എന്ന് പറഞ്ഞ് വരുന്ന കാണാം. ആഹാ, ഇത്രമാത്രം വലുതായി എന്ന് പറഞ്ഞിട്ട് പതിയെ ഒരു സൂചി എടുത്തൊരു ചെറിയ കുത്തു കൊടുത്താൽ മതി, ടിഷു എന്ന് പറഞ്ഞു. മനസ്സിലായോ? ഇപ്പോൾ വരെ ഒരു കുഴപ്പവുമില്ലായിരുന്നല്ലോ, അതിനിടയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കും. ഏതോ ഒരു വാക്ക് ഹട്ടായിട്ട് വന്നു, ഏതെങ്കിലും ഒരു ചിന്ത ഉണ്ടാകാനിടയായി, ഉണ്ടായിരുന്ന സന്തോഷമെല്ലാം ഒറ്റയടിക്ക് പോയി. ജോയ് എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് ദൈവവചനം പറയുന്നു. പണ്ടുകാലത്ത് എല്ലാവരുടെയും വീടുകളിലും കിണറുകൾ ഉണ്ടായിരുന്നു. 24 മണിക്കൂറും എത്രമാത്രം ആ കിണറുകളിൽ നിന്ന് വെള്ളം കോരിയെടുത്താലും വെള്ളം തീർന്നു പോകുകയില്ല. കാരണം എത്രമാത്രം കോരിയാലും ആ ഉറവയിൽ നിന്നിങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരിക്കും. കർത്താവ് പറയുന്നു, ഞാൻ നൽകുന്ന സന്തോഷം ഉറവ പോലെയായിരിക്കും. അത് നിന്നിൽ ഉറവയായിരിക്കുന്നത് കൊണ്ട് എത്ര പേർ നിന്റെ സന്തോഷം കെടുത്തുവാൻ ശ്രമിച്ചാലും, എത്ര കാലമാണെങ്കിലും ആർക്കും എടുത്തു മാറ്റുവാൻ കഴിയാത്ത സന്തോഷം നിന്നിലുണ്ടായിരിക്കും. വിശുദ്ധനായ പൗലോസിനെ നോക്കൂ, അവന് ചിരിക്കുവാൻ അവസരം ഇല്ല. അതായത് നിങ്ങൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഇവിടെ ദൈവത്തിന്റെ ദാസം വരും, നമ്മൾ കൈകളടിക്കുക, അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകാനിടയാകും. എന്നാൽ അങ്ങനെ പൗലോസിന്റെ ജീവിതത്തെക്കുറിച്ച് നോക്കിയാൽ ഒരു സന്ദർഭവും സന്തോഷിക്കുവാൻ അവന് ഉണ്ടായിരുന്നതേയില്ല. ആരും അവനെ സന്തോഷത്തോടെ സ്വീകരിച്ച് ആനയിച്ചിരുന്നില്ല. എല്ലാവരും അവനെ അടിച്ച്, ഉപദ്രവിച്ച്, ഹിംസിച്ച്, നിന്ദിച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കുവാൻ ഇടയായി. എന്നാൽ അവനിവിടെ എന്താണ് പറയുന്നത്? കർത്താവിൽ നിങ്ങൾ സന്തോഷിക്കുക. വീണ്ടും പറയുകയാണ്, കർത്താവിൽ സന്തോഷിക്കൂ, കഷ്ടതയിൽ സന്തോഷിക്കൂ. എന്റെ നിമിത്തം മറ്റുള്ളവർ നിങ്ങളെ നിന്ദിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കുറിച്ച് കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഇരുന്ന് കരയുക എന്നാണോ പറയുന്നത്?
എന്താണ്? നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഈ പാഠം നാം പഠിക്കുകയാണെങ്കിൽ നമ്മേക്കാൾ ഭാഗ്യവാന്മാർ മറ്റാരും തന്നെ കാണില്ല. നമ്മെക്കുറിച്ച് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും, ഞാൻ എൻ്റെ കർത്താവിൽ ആശ്രയിച്ചിരിക്കുകയാണ്, ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു എന്ന സന്തോഷത്തോടെ നീ ആയിരിക്കുന്ന ആ ദിവസം നിന്നെ തൊടുവാൻ പിശാചിന് കഴിയുകയില്ല, നിന്നെ തോൽപ്പിക്കുവാൻ ആർക്കും കഴിയുകയുമില്ല. എത്ര കഷ്ടതയുണ്ടെങ്കിലും ഒരു ആനന്ദം, എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു ആനന്ദം, ഒരു എടുത്തു മാറ്റുവാൻ കഴിയാത്തതായ ആനന്ദം. കർത്താവ് എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, എന്നെ സ്വർഗരാജ്യത്തിന്റെ അവകാശിയായി മാറ്റിയിരിക്കുന്നു. ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ ആ സ്വർഗീയ സന്തോഷം ഞാൻ അനുഭവിക്കുന്നുണ്ട്. നോക്കുക, നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ ആയിരിക്കുവാൻ പഠിക്കാം. ഈ മനുഷ്യനെ എനിക്ക് മാറ്റാൻ കഴിയില്ല, ഈ സ്വഭാവം എനിക്ക് മാറ്റാൻ കഴിയില്ല, ഈ അവസ്ഥകൾ എനിക്ക് മാറ്റാൻ കഴിയില്ല. എന്നാൽ എൻ്റെ ദൈവമുണ്ട്, മനുഷ്യനെ മാറ്റുവാൻ കഴിയുന്നവൻ, അവസ്ഥകളെ മാറ്റുവാൻ കഴിയുന്നവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം. അതറിയുമ്പോൾ നിന്റെ ഹൃദയം നിറയെ സന്തോഷമുണ്ടാകും, ആനന്ദമുണ്ടാകും. അങ്ങനെയുള്ള ആനന്ദം നമുക്കെല്ലാവർക്കും ദൈവം നൽകുമാറാകട്ടെ. എല്ലാവർക്കും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തോട് പറയുക, എന്താണ് നിങ്ങളെ ദുഃഖിപ്പിക്കുന്ന വിഷയം എന്താണെന്ന് ആ ദൈവത്തോട് നിങ്ങളൊന്ന് പറയുക. എന്തിനാണ് നീ ആരും അറിയാതെ മാറി ഇരുന്നെപ്പോഴും കരയുന്നത്, എപ്പോഴും ആലോചിച്ചുകൊണ്ട് ഇരിക്കുന്നത്? എന്താണ് നിന്റെ പ്രശ്നം? കുഞ്ഞുങ്ങളുടെ കാര്യമാണോ? കടബാധ്യതയാണോ? രോഗത്തിന്റെ കാര്യമാണോ? സാമ്പത്തിക പ്രശ്നങ്ങളാണോ? കലഹങ്ങളാണോ? എന്തെല്ലാമാണെങ്കിലും ശരി, നിന്റെ പ്രശ്നങ്ങളെല്ലാം പ്രാർത്ഥനയിൽ കൂടി സ്തുതിയോടെ സ്തോത്രത്തോടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. എൻ്റെ ഹൃദയത്തിലെ ഭാരം നീ എടുക്കണമേ ദൈവമേ, എൻ്റെ സങ്കടം മാറ്റണമേ, എൻ്റെ ഭയം മാറ്റണമേ, എൻ്റെ ചിന്തകളെ മാറ്റണമേ. വായ് തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ഒന്ന് നോക്കണമേ. ഞങ്ങളുടെ ജീവിതം മുഴുവൻ കഷ്ടതയാണ്, ബുദ്ധിമുട്ടാണ്, നിലവിളിയാണ്, പ്രയാസങ്ങളാണ്. തന്മൂലം ഞങ്ങളുടെ ജീവിതത്തിൽ എത്രയോ തവണ ഞങ്ങൾ തളർന്നു പോകുന്നുണ്ട്, വിഷമിക്കാറുണ്ട്, നിരാശപ്പെട്ടു പോകുന്ന ദൈവമേ. ഞങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ട്, ഞങ്ങളുടെ ആരോഗ്യത്തെ ഞങ്ങൾ നശിപ്പിച്ച് കളയുന്നു. ഞങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ സാഹചര്യവും ഞങ്ങൾക്ക് എതിരായിരിക്കുന്നു. ഞങ്ങളെക്കൊണ്ട് കഴിയുന്നില്ല ഇതിനെ നേരിട്ട് ജീവിക്കുവാൻ. ഞങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരികയാണ്. കർത്താവേ, ഈ സമയം നിന്നോട് നിലവിളിക്കുകയാണ്. ഞങ്ങളുടെ ആവശ്യങ്ങൾ നന്നായി അറിയുന്ന ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിലെ സകല വേദനകളും ദുഃഖവും അറിയുന്ന ദൈവമേ, ഈ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആനന്ദത്തെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറക്കണമേ. നിന്നിൽ സന്തോഷിക്കുവാൻ കഴിയുന്ന ജീവിതം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. നിന്റെ സന്നിധിയിലുള്ളതായിരിക്കുന്ന സമ്പൂർണമായ സന്തോഷം ഞങ്ങൾക്ക് നൽകണമേ. നീ നൽകുന്നതായ നിത്യമായ സൗഖ്യം, നിത്യമായ സമാധാനം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. വീണുകിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കണമേ. ഈ ദിവസം മുതൽ നിന്റെ സന്നിധിയിൽ കുറച്ചു സമയമെങ്കിലും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ ആ ദിവസം മുഴുവൻ ആനന്ദത്തോടെ ആയിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന സമയം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകൾ, ഞങ്ങളുടെ കഷ്ടത, അതെല്ലാം മാറുവാൻ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ വായ് നിറയെ ചിരി ഉണ്ടാകുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുവാൻ നിന്റെ അത്ഭുത കാര്യങ്ങൾ ഞങ്ങളിൽ ചെയ്യണമെന്ന് ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തുവെന്ന് പറഞ്ഞ് ആനന്ദത്തോടെ ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ഭാഗ്യം നൽകണമെന്ന്, ദിനംതോറും നിന്റെ കൃപയിൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ എല്ലാവരെയും നീ സഹായിക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ,
യേശുവേ യേശുവേ യേശുവേ